പ്രശ്നങ്ങളില്ലാത്തവരായി ആരുമില്ല, പ്രയാസങ്ങളില്ലാത്തവരായി ആരുമില്ല. എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് സയ്യിദുൽ കൗനൈൻ, താജ്ദാറെ മദീന, നൂറെ മുജസ്സം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികൾ പറയാൻ പറ്റിയൊരു നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ അതിനൊരു പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴും ധാരാളം ആളുകൾ വലിയ പരിഹാരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞു തരുന്നൊരു പരിഹാരമുണ്ട്. എന്താണ് ആ പരിഹാരം എന്നറിയുമോ? മനസ്സും ഹൃദയവും മദീനയിലേക്ക് തിരിച്ചു വെക്കണം. എങ്ങനെയാണ് ഹൃദയം മദീനയിലേക്ക് തിരിക്കുക? ഒരാള് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ അത് മദീനയിലേക്കുള്ള തിരിച്ചിലാണ്, അത് മദീനയിലേക്കുള്ള കൽബ് തിരിയലാണ്. അങ്ങനെ മദീനയിലേക്ക് കൽബ് തിരിച്ചു വെച്ച് തന്റെ കണ്ണുകളെ അടച്ചു പിടിച്ച് ഖുബ്ബത്തുൽ ഖലറാഇന്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതിന്റെ ശേഷം നീട്ടി വിളിക്കണം മുഅ്മിനീങ്ങളെ, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചിട്ട റൂമിന്റെ ഉള്ളില് പരിശുദ്ധമായ തഹജ്ജുദിന്റെ നിസ്കാരത്തിന്റെ സമയം ഒന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ ഏത് വലിയ പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ അതിന് പരിഹാരം തേടിയൊന്ന് മദീനയിലെ നായകനെ വിളിക്കൂ മുഅ്മിനീങ്ങളെ, യാ റസൂലല്ലാഹ്. വിളിയുടെ തോതനുസരിച്ച്, വിളിയുടെ എണ്ണത്തിന്റെ വർധനവിനനുസരിച്ച്, വിഷയത്തിന്റെ ഗൗരവമനുസരിച്ച്, വിളിയുടെ ആക്കമനുസരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണ്. അവിടുന്ന് കാരുണ്യത്തിന്റെ നേതാവാണ്, അവിടുന്ന് ഐനുർ റഹ്മത്താണ്, അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ്, അനുരാഗത്തിന്റെ ആരാമമാണ്. ആ ഹബീബായ തങ്ങളിലേക്ക് മനസ്സ് തിരിയണേ. ആ മനസ്സും കൽബും ഹൃദയവും മദീനയിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണയുടെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ടത്തിലെ വീടുകളിലെല്ലാവരും തളച്ചിടപ്പെട്ട സമയം, അതേ വ്യക്തിപരമായ ബന്ധങ്ങളില്ല, സംസാരങ്ങളില്ല, എല്ലാവരും ഭാഗത്ത് മരണം തടിക്കടി നടക്കുകയാണ്. മനുഷ്യന്മാര് പേടിച്ചുപോയി. ഇന്ന് ഞാനോ നാളെ നിങ്ങളോ എല്ലാവരും പേടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തില് അൽഹംദുലില്ലാഹ് മദീനയുടെ പേരിട്ട് മദനീയം എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചു. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് മദീനയിലേക്ക് ഖൽബ് തിരിഞ്ഞു. മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനമായി മദീനയിൽ അഭയം പ്രാപിച്ചു. മദീനയുടെ നായകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കുകയായിരുന്നു, തങ്ങളെ നമ്മൾ അറിയുകയായിരുന്നു, തങ്ങളിലേക്ക് ഹൃദയ
ഹൃദയം തിരിക്കുകയായിരുന്നു. മദീനയിലെത്തണമെന്നത് വലിയ ഒരു ഉത്കടലമായ ആഗ്രഹമായി മാറി. മദീനയിൽ മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വലിയ ആഗ്രഹമായി മദനീയം കുടുംബത്തിന്റെ ഖൽബുകളിൽ അലയടിക്കാൻ തുടങ്ങി. മദീന അതൊരു വികാരമായി മാറി. മദീന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന ഖൽബുൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തെ ഉമ്മത്തിനെ വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാഹ്. ആ ഹബീബായ തങ്ങളിലേക്ക് മനസ്സ് തിരിച്ചു, ഹൃദയം തിരിച്ചു. ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ആരിഫ് ഖാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ രാമന്തളിയിൽ നിന്ന് ഒരു മുതല്ലിമീങ്ങൾ വന്നു. ആ മക്കളെ പറഞ്ഞയച്ചത് അവരുടെ ഉമ്മയാണ്. ആ ഉമ്മയുടെ കയ്യിൽ മനോഹരമായ ഒരു സ്വർണത്തിന്റെ ഉമ്മ കൊടുത്തയച്ച വളയുണ്ട്. അഹ്ലു ബൈത്തിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന വീട് നിർമ്മാണത്തിലേക്ക് ഒരു സുന്ദരമായ വള ആ ഉമ്മാന്റെ കയ്യിൽ ധരിച്ചിരുന്ന വള, ആ വളയാണ് കൊടുത്തയച്ചത്. അതിന്റെ കൂടെ ഒരു എഴുത്തുണ്ട്. ആ ഉമ്മയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിഞ്ഞു എന്ന് വരാൻ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആ ഉമ്മക്കത് ആഗ്രഹവുമല്ല. ആ എഴുത്ത് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ ഉസ്താദേ, എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം മദീനയിൽ വെച്ച് മരിക്കണമെന്നതാണ്. മാഷാ അല്ലാഹ്, മദനീയം കൊണ്ടുണ്ടായ നേട്ടമാണ്. ഹൃദയം മദീനയിലേക്ക് മടങ്ങി. സിനിമകൾക്ക് അവസാനമായി സീരിയലുകൾ കണ്ടിരുന്ന ഉമ്മമാരും സഹോദരിമാരും പരിശുദ്ധമായ ദിക്റിന്റെ സ്വലാത്തിന്റെ അദ്ദാദിന്റെ അസ്മാഉൽ ഹുസ്നയുടെ മാസ്മരികമായ ലോകത്തേക്ക് കടക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിച്ച് അഹ്ലു ബൈത്താകുന്ന മുത്തുനബിയുടെ പൊന്നാര മക്കളായ അഹ്ലു ബൈത്തിനെ 111ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് ആ വീടുകളിൽ സുന്ദരമായ വീടുകളിൽ അവർ താമസം തുടങ്ങി. ഓരോ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് അഹ്ലു ബൈത്താകുന്ന മുത്തുനബിയുടെ മക്കളാകുന്ന ആ സാദാത്തുക്കളുടെ സയ്യിദത്തുമാരുടെ കണ്ടമിടറിക്കൊണ്ട് അവർ ദുആ ചെയ്യുകയാണ്. ഈ വീടുണ്ടാവാൻ കാരണമായ മദനീയം കുടുംബത്തിന് നീ സ്വർഗം നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ റബ്ബേ. മദനീയം കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.